ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. കേരളത്തിൽ കുട്ടികളുടെയും യുവാക്കളുടെയും നാശത്തിന് കാരണമാകുന്നതും അതുവഴി മാതാപിതാക്കളുടെ ദുഃഖത്തിന് ഹേതുവുമായ ഒരു വിഷയമാണ് മലയാളി വിഷൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിലും ഇക്കാര്യത്തിൽ മലയാളി വിഷൻ്റെ അറിവുകൾ കൂടി നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികളിൽ യുവതീ-യുവാക്കളിൽ ദിനംപ്രതി കൂടി വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചാണ്. പണ്ട് ആൽക്കഹോൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് MDMA, LSD, കൊക്കൈൻ തുടങ്ങി ലഹരിയുടെ കാണാപ്പുറം തേടാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് മയക്കുമരുന്ന് ശൃംഖലയുണ്ട്. മയക്കുമരുന്ന് ആസക്തിയിൽ പൊലിയുന്നത് കുടുംബങ്ങൾ മാത്രമല്ല, ഭാവി തലമുറ കൂടിയാണ്. യുവതീ-യുവാക്കളുടെ മാത്രമല്ല, സ്കൂൾ കുട്ടികളുടെ വരെ ജീവിതത്തെയും ഭാവിയെയും തുലച്ചുകൊണ്ടിരിക്കുന്ന ആ മാരകാവസ്ഥകളെക്കുറിച്ചും ഇവർ അതിലേക്ക് ഈയാമ്പാറ്റകളെപ്പോലെ വീഴാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചും പിടിക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടികളും ശിക്ഷാവിധികളെക്കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. 2018 ദ നാഷണൽ ഡ്രഗ്സ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ നടത്തിയ ഒരു സർവേയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളത്തിൻ്റെ നഗരങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. 2023 ജനുവരി 1 മുതൽ 2024 ജൂൺ വരെ കേരളത്തിൽ 41,000 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിൽ വലിയൊരു വിഭാഗം 18-നും 25-നും ഇടയിലുള്ള യുവതീ-യുവാക്കളാണ്. ഇവർ MDMA, കന്നാബീസ് തുടങ്ങിയ ഇല്ലീഗൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. IT പ്രൊഫഷണൽസിൽ വലിയ ഒരു വിഭാഗം MDMA പോലുള്ള ഇല്ലീഗൽ ഡ്രഗ്സിൻ്റെ ഉപഭോക്താക്കളാണ്. ഇവരുടെ ആഫ്റ്റർ വർക്ക് പാർട്ടീസും സോഷ്യൽ ഗ്യാതറിങ്സും ഒക്കെ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ വേദികളാണ്. സിനിമ, മാധ്യമ രംഗങ്ങളിൽ ഇല്ലീഗൽ ഡ്രഗ്സിൻ്റെ വിപണനവും ഉപയോഗവും വളരെ കൂടുതലാണ്. മലയാള സിനിമാ രംഗത്ത് ചില യുവനടന്മാരെ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പേരിൽ സിനിമകളിൽ നിന്നും അവരുടെ സംഘടനയിൽ നിന്നുമൊക്കെ പുറത്താക്കിയതും മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറിയതുമൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണല്ലോ. നമ്മുടെ പ്രധാന കൺസേണായ സ്കൂൾ കുട്ടികളുടെയും യുവാക്കളുടെയും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും അതിൻ്റെ കാരണങ്ങളും പ്രതിവിധികളും എന്താണെന്ന് നോക്കാം. യുവാക്കളുടെ ബ്രെയിൻ അവരുടെ mid-20s വരെ വളരുകയും വികസിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ അത് ബാധിക്കുന്നു. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അവർ റിസ്കുകൾ എടുക്കാൻ തയ്യാറാകുന്നു. ഡേഞ്ചറസ് ഡ്രൈവിംഗ്, അഡ്വഞ്ചേഴ്സ് ഇതൊക്കെ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. വളരെ ചെറുപ്പത്തിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്ന യുവാക്കൾ അത് തുടരാനും ഡ്രഗ് അഡിക്റ്റ് ആകാനുമുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. യുവാക്കൾ മയക്കുമരുന്നിലേക്ക് അടിമപ്പെടുന്നതിൻ്റെ ചില ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. പഠനവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, കുടുംബ പശ്ചാത്തലം, സാമൂഹിക വെല്ലുവിളികൾ തുടങ്ങിയവ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇത് പരീക്ഷിക്കുന്നവരുണ്ട്. പിന്നീട് അത് ആവർത്തിക്കാനും അവസാനം അതൊരു ശീലവുമായി മാറുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെയും മുതിർന്ന വിദ്യാർത്ഥികളുടെയും ഇടയിൽ ഒരു സ്വീകാര്യത വരാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നവർ ഉണ്ട്. വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം ഇവയൊക്കെ മയക്കുമരുന്നിലേക്ക് പോകാൻ പ്രേരണ ആകാറുണ്ട്. ചിലർ പഠനത്തിൽ മികവ് കാട്ടാൻ സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നു. അതേസമയം മറ്റു ചിലർ സ്പോർട്സിൽ മികവ് കാണിക്കാൻ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നു. ചൈൽഡ് അബ്യൂസ്, ചൈൽഡ് സെക്സ് അബ്യൂസ് തുടങ്ങിയ മുൻകാല ജീവിതാനുഭവങ്ങളും മറ്റു സംഘർഷങ്ങളും മയക്കുമരുന്ന് ഉപയോഗത്തിന് കാരണമാകുന്നുണ്ട്. ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രവും ഒരു ഘടകമാണ്. ആൽക്കഹോളും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന രക്ഷകർത്താക്കളുടെ കുട്ടികൾ അവരെ അക്കാര്യത്തിൽ മാതൃകയാക്കുന്നു. ഒരു കുട്ടിയോ യുവാവോ ഡ്രഗ് എന്ന് തിരിച്ചറിയാൻ അവരുടെ ചില പെരുമാറ്റ രീതികൾ നിരീക്ഷിക്കാറുണ്ട്. കൂടുതൽ സമയം തനിച്ചിരിക്കുക, കൂടെ സുഹൃത്തുക്കളെ മാറ്റുക, ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ താല്പര്യം കുറയുക, വൃത്തിഹീനമായി നടക്കുക, ക്ഷീണിതനായും ദുഃഖിതനായും കാണപ്പെടുക, ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, ഒരു സെൻസുമില്ലാതെ കാര്യങ്ങൾ പറയുക, കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ കയറാതെയും പഠനകാര്യങ്ങളിൽ വളരെ പിന്നോക്കവും പോവുക, കള്ളം പറയുകയും മോഷ്ടിക്കുകയും ചെയ്യുക, ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും, കൈകളിലോ ദേഹത്തോ ഇഞ്ചക്റ്റ് ചെയ്തതിൻ്റെ പാടോ നിറവ്യത്യാസമോ കാണുക, മുറിക്കകത്ത് അസാധാരണ മണം അനുഭവപ്പെടുക, അപരിചിതരും പ്രായത്തിൽ മുതിർന്നവരും ആയ കൂട്ടുകാരുമായി നടക്കുക, ഇവയൊക്കെ പ്രധാനമായി നിരീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ദ നോർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 അഥവാ NDPS ആക്റ്റാണ് മയക്കുമരുന്ന് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം.
ഈ നിയമം അനുസരിച്ച് നോർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെയും പ്രൊഡക്ഷൻ, മാനുഫാക്ചറിംഗ്, കൾട്ടിവേഷൻ, പൊസഷൻ, സെയിൽ, പർച്ചേസ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കൺസംഷൻ ഇവ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. നിയമാനുസൃതം അല്ലാത്ത മയക്കുമരുന്നുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ശിക്ഷാ കാലയളവിലും പിഴയിലും വ്യത്യാസങ്ങളുണ്ട്. ഇവ സ്മാൾ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന നിലയിൽ തരംതിരിച്ചിട്ടുണ്ട്. നോർക്കോട്ടിക്സ് മിക്കപ്പോഴും മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ്. ഇവ വേദനസംഹാരികളായി ഉപയോഗിക്കുന്നു, എന്നാൽ അളവിൽ കൂടുതൽ മിസ്യൂസ് ചെയ്താൽ അപകടകാരികളുമാണ്. ഹെറോയിൻ, മോർഫിൻ, കോഡെയിൻ, സിന്തറ്റിക് ഒപ്പിയോയിഡ്സായ ഫെൻറ്റാനിൽ ഇവയൊക്കെ നോർക്കോട്ടിക് സബ്സ്റ്റൻസസ് ആണ്. ഇവയുടെ ദുരുപയോഗം അഡിക്ഷനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ കാരണമായേക്കാം. സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് പൊതുവെ മനോരോഗ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും ബ്രെയിൻ ഫംഗ്ഷനെയും ഒക്കെ നിയന്ത്രിക്കുന്ന മരുന്നുകളാണ്. പക്ഷേ ഇവയും നിയന്ത്രിത അളവിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അഡിക്ഷന് കാരണമാകുന്നു. അതിനോടൊപ്പം മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി സൈക്കാട്രിക്സ്, സ്റ്റിമുലൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഇവയൊക്കെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാവൂ. ഇവയുടെ അമിത ഉപയോഗം മനോനില തകരാറാവാനും മരണത്തിനും തന്നെ കാരണമായേക്കാം. MDMA, എക്ടസി, മോളി എന്നൊക്കെ അറിയപ്പെടുന്ന MDMA എന്ന മയക്കുമരുന്ന് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ വരുന്നതാണ്. ഇവ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും ബ്രെയിനെയും ബാധിക്കുന്ന മയക്കുമരുന്നാണ്. ഇവയുടെ ദുരുപയോഗം കാരണം പല രാജ്യങ്ങളും ഇതിനെ ഷെഡ്യൂൾഡ് 1 കൺട്രോൾഡ് സബ്സ്റ്റൻസിൽ പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമം എന്ന നിലയിൽ NDPS ആക്ട് തന്നെയാണ് കേരളത്തിലെ മയക്കുമരുന്നിനെതിരെയുള്ള നിയമം. അതിനു പുറമെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ആൻറ്റി നാർക്കോട്ടിക് സെല്ലും കേരള പോലീസും മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ ജാഗരൂകരാണ്. കേരള യുവാക്കൾക്കിടയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെ ബോധവൽക്കരിക്കാനും പുനരധിവാസത്തിനും വിമുക്തി മിഷൻ തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട്. ഇതിൽ പാരൻസിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഡ്രഗ് അഡിക്റ്റായ ഒരു കുട്ടിയോ യുവാവോ ആകട്ടെ, ഇവരുമായി പാരൻസ് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. അവർ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയാലും സ്നേഹത്തോടെയും കരുതലോടെയും അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കണം. അവരുടെ വികാരങ്ങളും സമ്മർദ്ദങ്ങളുമൊക്കെ നിങ്ങളുമായി പങ്കിടാൻ പ്രേരിപ്പിക്കുക. മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചും ലഭ്യതയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചറിയുക. അതിൻ്റെ ദൂഷ്യഫലത്തെക്കുറിച്ചും പിടിക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങളെക്കുറിച്ചും ശിക്ഷാ നടപടികളെക്കുറിച്ചുമൊക്കെ സൗഹാർദ്ദപരമായി ബോധ്യപ്പെടുത്തുക. മയക്കുമരുന്ന് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കാനും വേണമെങ്കിൽ കുറച്ചു കാലം മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കാനും പ്രേരിപ്പിക്കാം. എപ്പോഴും അവരുടെ പ്രശ്നങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അതിനായി മാതാപിതാക്കൾ അവർക്ക് മാതൃകയാകേണ്ടതുണ്ട്. ദിവസവും മദ്യപിച്ചു വരുന്ന ഒരു പിതാവിൻ്റെ ഉപദേശം ഇവർ ചെവിക്കൊള്ളണമെന്നില്ല. ഇവരുടെ ചീത്ത കൂട്ടുകെട്ടുകൾ തിരിച്ചറിഞ്ഞ് തുടക്കത്തിലെ അവരിൽ നിന്നും അകറ്റാൻ ശ്രമിക്കണം. നല്ല സുഹൃത്തുക്കളുമായി കൂട്ടുകൂടാൻ പ്രേരിപ്പിക്കണം. വിദ്യാലയ അധികൃതരും അധ്യാപകരുമായി ഫ്രീക്വൻ്റായി ഇവരുടെ കാര്യങ്ങളിൽ ചോദിച്ചറിയണം. അതായത് അവരുടെ കാര്യങ്ങളിൽ കൃത്യമായൊരു മോണിറ്ററിംഗ് വേണം. ഇങ്ങനെ ഇത്തരം സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവരെ മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതെ പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. ഇതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്കെന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും മയക്കുമരുന്ന് ഉപയോഗത്തെ നിരീക്ഷിക്കുന്നതിലും നിരുത്സാഹപ്പെടുത്തുന്നതിലും ഒരു സുപ്രധാന പങ്ക് വഹിക്കാനുണ്ട്. മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും നിയമപ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ബോധവൽക്കരണ ക്ലാസുകൾ നിരന്തരമായി സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നടത്തണം. കൃത്യമായ സർവൈലൻസും മോണിറ്ററിങ്ങും സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നടത്തണം. ആരോഗ്യ വിദഗ്ധരെയും മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി വർക്ക്ഷോപ്പും സെമിനാർസും നടത്തണം. വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമയാകേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ചും പ്രേരിപ്പിച്ചവരെക്കുറിച്ചും സപ്ലൈ ചെയിനെക്കുറിച്ചുമൊക്കെ ശിക്ഷയെ ഭയമില്ലാതെ തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ സ്കൂൾ കോളേജ് അതോറിറ്റീസ് നൽകണം. ഇത്തരം വേദികളിൽ അവരുടെ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുന്ന ആശങ്കകളെക്കുറിച്ചും സമ്മർദ്ദങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ചെക്ക്-ഇൻസ് നടത്തണം. അവരുടെ വെൽബീയിങ് ഉറപ്പാക്കണം. ഡ്രഗ് യൂസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്വഭാവമാറ്റങ്ങളെക്കുറിച്ചും പഠനത്തിൽ പിന്നോക്കം പോകുന്നതിനെക്കുറിച്ചും
സമൂഹത്തിൽ നിന്നും ഉൾവലിയുന്നതിനെക്കുറിച്ചുമൊക്കെ നിരീക്ഷിക്കാൻ അധ്യാപകരെയും സ്റ്റാഫിനെയും ഒക്കെ ട്രെയിൻ ചെയ്യേണ്ടി വരും. മയക്കുമരുന്ന് സംബന്ധമായ വിഷാദത്തിൽ നിന്നും നൈരാശ്യത്തിൽ നിന്നുമൊക്കെ കരകയറാൻ സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ സഹായം ഉറപ്പുവരുത്തണം. ശിക്ഷാ നടപടികൾ ഫെയറും കൺസിസ്റ്റൻറ്റുമായിരിക്കണം. പണിഷ്മെൻറ്റിനേക്കാൾ റീഹാബിലിറ്റേഷനാണ് പ്രാധാന്യം നൽകേണ്ടത്. NDPS ആക്ടിൽ ഉപയോഗിച്ച മയക്കുമരുന്നിനനുസരിച്ചാണ് ശിക്ഷയിലും വ്യത്യാസങ്ങൾ വരുന്നത്. ഉദാഹരണത്തിന് മോർഫിൻ, ഹെറോയിൻ, കൊക്കൈൻ തുടങ്ങിയ മയക്കുമരുന്ന് ഉപയോഗിച്ചതാണെങ്കിൽ ശിക്ഷാ കാലാവധി 1 വർഷത്തേക്കോ പിഴ 20,000 രൂപയോ രണ്ടും കൂടിയോ ആയെന്ന് വരാം. ഇതിൽപ്പെടാത്ത മറ്റ് ചില മയക്കുമരുന്നുകളാണ് ഉപയോഗിച്ചതെങ്കിൽ 6 മാസം ശിക്ഷയോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ് ആണെന്ന് കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഇവരെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കോ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കോ അയച്ചെന്ന് വരാം. ഇതിനു പുറമെ കൈകാര്യം ചെയ്യുന്ന മയക്കുമരുന്നിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ശിക്ഷാ കാലാവധിയിലും പിഴയിലും വ്യത്യാസങ്ങൾ വരുന്നത്. സിന്തറ്റിക് ഡ്രഗ്സായ LSD, MDMA തുടങ്ങിയവയാണെങ്കിൽ 10 മുതൽ 20 വർഷം വരെ നീളുന്ന കഠിന തടവും ഭീമമായ പിഴയും ഉണ്ടാകാറുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ NDPS ആക്റ്റും ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും അനുസരിച്ചാണ് ശിക്ഷ നിശ്ചയിക്കുന്നത്. മുതിർന്നവരേക്കാൾ കുട്ടികളുടെ റീഹാബിലിറ്റേഷനും ഡി അഡിക്ഷനുമാണ് കോടതികൾ പ്രാധാന്യം കൊടുക്കുന്നത്. മയക്കുമരുന്നുകളുടെ നീണ്ട ലിസ്റ്റ് പോലെ തന്നെയാണ് ഇവയെ വിശദീകരിക്കാനും ധാരാളം സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇതുപോലുള്ള വിഷയങ്ങളുമായി മലയാളി വിഷൻ വീണ്ടും വരുന്നതാണ്. Until then, take care.